ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഉള്ളോട്ടോട്ടം വന്നിട്ടുള്ള സ്ഥലമാണ്. കൊല്ലം കൂട്ടുകെട്ടിലാണ് KSRTC സാമ്പ്രാണിക്കൊടിയിൽ ബോട്ടിൽ പോകുന്നത്. ഞാൻ നമ്മുടെ വണ്ടികൾ കാറിലായാലും ബൈക്കിലായാലും ഒക്കെ പോകും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മിസ്സായി. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത്. 2 മണിക്ക് ഇന്ന് സാമ്പ്രാണിക്കൊടിയിലോട്ട് ബോട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. നമ്മളിവിടെ കൗണ്ടർ അന്വേഷിച്ചപ്പോൾ 20 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബോട്ടിലൊന്ന് സാമ്പ്രാണിക്കൊടിയിൽ പോയി നോക്കാം. ഇറങ്ങുന്നില്ല, കാര്യം നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. ജസ്റ്റ് പോകുന്നു, അത് ആ ബോട്ടിൽ തന്നെ തിരിച്ചു വരും. അപ്പോൾ പോകുമ്പോഴുള്ള വ്യൂസും അതുപോലെ തന്നെ ബോട്ടിനകത്തുള്ള വ്യൂകളും അതുപോലെ അവിടെ ചെന്നലെ തിരിച്ചു വരുന്ന രീതികളെ ഈ വീഡിയോ കാണിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മളെ സി അഷ്ടമുടിയുടെ ഇൻഫർമേഷൻ സെൻ്ററാണ്. ഇവിടെ അവൈലബിൾ ആയിരിക്കും. ബുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാർ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അതോട്ട് കയറുന്നില്ല. നമുക്ക് കിടക്കാൻ പോകാനുള്ള ബോട്ട് വേണ്ട ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ടെന്ന് പറയുന്നത്. അപ്പം നേരത്തെ വന്ന് ലാൻഡ് ചെയ്ത് കിടക്കുകയാണ്. വലിയ ആളോ കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും. നേരെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ പരിപാടികളെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് കൊല്ലത്ത് ചെന്നപ്പോഴത്തേക്ക് തന്നെ ഏകദേശം കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു ബോട്ടിനകത്ത്. നമുക്കൊരു 2 മണി സമയത്തെ ബോട്ട് എടുക്കത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് നമുക്ക് ടിക്കറ്റ് നമുക്ക് ഓൾറെഡി ബോട്ടിനകത്ത് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ബസ്സിലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതാണൊക്കെയാണ്. നേരത്തെ കൗണ്ടറിൽ പിന്നെ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാമ്പ്രാണിക്കൊടിയിലോട്ടുള്ള ബോട്ട് സർവീസ് വരുന്നത് നമുക്ക് 2 രീതിയിൽ പോകുന്നു. നമുക്ക് സി അഷ്ടമുടി എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അതിനകത്ത് നമുക്കിപ്പം ഇത് നമ്മളെ എന്താ പറയുക ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെയൊക്കെ, അതായത് SWTD, അത് സർക്കാരിൻ്റെ തന്നെ നമ്മളെ പ്രൈവറ്റ് ബസ്സും പിന്നെ നമ്മളെ ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ SWTD എന്ന് പറയുന്ന ബോട്ട് സർവീസാണ്. നമുക്ക് അത് സർക്കാരിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിനകത്തോട്ട് കയറി. അപ്പം ബോട്ടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് റഷ് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും വിൻഡോ സൈഡിൽ തന്നെ സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കാനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ബോട്ടിൻ്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പിന്നെ റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ബോട്ടിനകത്ത് പറ്റിയെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഞങ്ങൾ ഏകദേശം 100 പേർക്കാണ് ഈ ബോട്ടിനകത്തൊരു സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത്. 100 പേർക്കും. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. നമ്മൾ 60 രൂപ ടിക്കറ്റ് എടുത്തത്. ഇവിടുന്ന് 1 സൈഡ് പോകുന്നതിനാണ് നമുക്ക് 20 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത്. റിട്ടേൺ വരുന്നതിന് 20 രൂപ. അപ്പം ഒരാൾക്ക് 40 രൂപയുടെ ടിക്കറ്റ് ആവുന്നുള്ളൂ. 1 അവർ റൈഡുണ്ട് ഇവിടുന്ന് സാമ്പ്രാണിക്കൊടി എത്തുന്നതിന്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യം, ഞാൻ ഒരുപാട് നാളായിട്ടാണ് ഈ ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ഞാനങ്ങനെ കയറിയിട്ടില്ല ബോട്ടിൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഞ്ചിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു ചേട്ടനാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റിയറിങ് ഫ്രണ്ടിലൊരു ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിൻ്റെ സ്റ്റിയറിങ് അത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു വളരെ എന്താ പറയുന്നത് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. ഞാനിതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ട് എടുത്തു അവിടുന്ന്. ഏകദേശം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഫോർവേഡും റിവേഴ്സും ഇട്ടിട്ടാണ് അവർ ആ ഒരു ബോട്ട് അവിടുന്ന് എന്താ പറയുക ഡ്രിഫ്റ്റ് ചെയ്ത രീതിയിൽ എടുത്തത്. അവിടുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടാണ്. അതായത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ബെല്ല് വഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫോർവേഡ് ഫുള്ള് ത്രോട്ടിലും ഒന്ന് റിവേഴ്സ് ഫുള്ള് ത്രോട്ടിലുമാണ് ഓരോ ബെല്ലിനും ഈ ഒരു ചേട്ടൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഒരു ലിവർ ഓപ്പറേഷൻ തരുന്നത്. അതെന്തായാലും എനിക്ക് വളരെ എന്താ പറയുന്നത് വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു. ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് കാണാൻ പറ്റാഞ്ഞത്. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ ബോട്ട് അവിടുന്ന് ഫുള്ളായിട്ട് എന്താ പറയുന്നത് അതിൻ്റെ വെയിലോട്ട് വന്നു യാത്ര തുടങ്ങി. അപ്പം നമ്മളെ കൊല്ലം ബോട്ട് ജെട്ടി വിട്ട് നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ആയി തുടങ്ങി. അപ്പം ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന സ്ഥലത്ത് എൻജിൻ്റെ തൊട്ട് ആ ഒരു ഏരിയയിലാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള മൈക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് നല്ല നോയ്സ്, എൻജിൻ നോയ്സ് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മകൾ കാണും ഇതിനകത്ത്. അപ്പം നമുക്ക് എൻജിൻ്റെ സൈഡാകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം സംസാരിച്ചെല്ലാം ഈ ഒരു സൗണ്ടിൽ ആകെ പ്രശ്നം. അങ്ങനെ നമ്മൾ അവിടുന്ന് ബോട്ട് എടുത്ത് ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള എന്താ പറയുക സമയമായി. അപ്പം നമ്മളെ ബസ്സിലൊക്കെ കണ്ടക്ടർ എന്ന് പറയും, ഇവിടെ കണ്ടക്ടർ എന്നായിരിക്കും പറയാൻ തോന്നുന്നു. അദ്ദേഹം വന്നു.
നമ്മളെ പൈസ GPay ഒന്നുമില്ല, പുള്ളി ക്യാഷ് തന്നെ കൊടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്തു. ഏകദേശം 60 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയത്. പോകുന്ന വഴിക്കാൻ നമ്മളെ കൂടെ ഒരു പരുന്തും കൂടെ ഉണ്ട്. കുറച്ച് നേരം ഞങ്ങളെ കൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ പരുന്ത്. അതിനിപ്പോൾ മീനെ പിടിക്കാനാണോ എന്താണെന്ന് അറിയത്തില്ല. ഈ പോകുന്ന വഴിക്ക് മീൻ ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കാഴ്ചകളെ കണ്ടുന്നു. അങ്ങനെ ടിക്കറ്റിൻ്റെ ഇതാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ 60 രൂപ എന്ന് പറയുന്നത്. കേരള SWTD എന്നുള്ള അതിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ വന്നു. ഈ സെൻറ്ററിൽ കാണുന്ന സൈലൻസറാണ് അതിൻ്റെ. പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ എന്താ പറയുന്ന അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഒരു സൈഡാണ്. അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ ആൾക്കാരിരിക്കുന്നു, ഫാമിലീസൊക്കെ വന്നിരിക്കുന്നതായിട്ടുള്ള. ഇതിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പകൽ ഒരു എന്താ പറയുന്നത് 2 മണി സമയത്തൊക്കെയുള്ള ആളായി കാണുന്നത്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കളിക്കാനും. അതുപോലെ തന്നെ അവിടെ ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ ആ ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇതും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. കൊല്ലത്ത് കിടന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അഡ്വഞ്ചർ പാർക്ക് കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് തന്നെ പോകാനുള്ള ആയിട്ടുള്ള ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം ബോട്ടിനകത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് സീറ്റുകൾ ഇരിക്കാൻ തുടങ്ങി. കുറേ ആൾക്കാർ പുതിയതായിട്ട് എന്താ പറയുന്ന വേറെ സീറ്റോട്ടും ഒക്കെ ഇരുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു ഞങ്ങൾ. പിന്നെ ബാക്കിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരുപാട് അങ്ങോട്ട് ക്യാമറ തിരിച്ച് ഫോൺ എടുക്കാനായിട്ട് പോയില്ല. ജസ്റ്റ് ഞങ്ങൾ 3 പേരും അപ്പുറത്തെ സൈഡിലായിട്ട് അവരുടെ ഒരു ഫാമിലി. ഇതാണ് ഈ ഒരു ഇത്രയും സീറ്റായിരിക്കും നമുക്ക് ബോട്ടിന് ബാക്കിലായിട്ട് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച കഴിഞ്ഞാൽ തേവള്ളി ആ ബ്രിഡ്ജാണ്. നമ്മളെ തേവള്ളി പാലസിൻ്റെ അടുത്തുള്ള ആ ഒരു ബ്രിഡ്ജാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നല്ല അതിൻ്റെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറേ നമ്മളെ ഈ മത്സ്യബന്ധന ബോട്ടുകൾ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ നമുക്ക് കാണാൻ തുടങ്ങി. ആ ഏരിയയിലോട്ടൊന്നും അത് വന്നിട്ടില്ല, പക്ഷേ അത് ഇപ്പുറത്തെ സൈഡ് കിടപ്പുണ്ടാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളെ തേവള്ളി പാലസിൻ്റെ ബാക്ക് വശമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് തേവള്ളി പാലസിൻ്റെ പുറകു വശമായിട്ട് പണ്ട് NCCയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു ഏരിയ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആ ഒരു ഏരിയ കൂടെയാണ് ഈ ബോട്ട് നമ്മളെ എന്താ പറയുന്ന സാമ്പ്രാണിക്കൊടിയിലോട്ടുള്ള ബോട്ട് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് അതുവഴിയാണ്. ആ ബ്രിഡ്ജ് ആ ഒരു നമ്മളെ തേവള്ളി പാലത്തിൻ്റെ താഴെയുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ ബോട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും 2 സൈഡുകളിലായിട്ട് ഒരുപാട് ആൾക്കാർ പ്രൊഫഷണലായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ വന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല ടൈം പാസും കാര്യങ്ങളൊക്കെയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ പറയുന്ന കണക്കുള്ള ചൂണ്ടയുടെയും കടയിലും നല്ല പ്രൊഫഷണലായിട്ടുള്ള ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ചൂണ്ടയിടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ കാണാനായിട്ട് സാധിച്ചു. അടുത്തൊരു വ്യൂ കാണാൻ പറ്റും നമ്മളെ റാവിസാണ്. റാവിസ് ഹോട്ടൽ. ഇത് ഹോട്ടലാണോ അതല്ല ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഗസ്റ്റ് ഹൗസ് ആണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ റാവിസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റാവിസ് ഹോട്ടലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ എന്താ പറയുന്നത് റഷോ കാര്യങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഗസ്റ്റുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡായിട്ട് നമുക്ക് റാവിസ് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, ഇതത് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് അത് ആ റാവിസിന് അത്രയും ഭാഗ്യമുള്ളൂ. പക്ഷേ ഇത് പുറകോട്ട് നല്ല രീതിയിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനിത് പിന്നാണ് കണ്ടത്. ആ തേവള്ളി ഭാഗത്തുനിന്ന് നല്ല കറങ്ങി വരുമ്പോഴാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ അത് അവരെ റാവിസ് ഹോട്ടൽ തന്നെയാണ്. പിന്നെ ബാക്കിൽ അവരുടെ തന്നെ നമ്മളെ ഈ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് എന്താ പറയുന്നത് അടുത്ത ട്രിപ്പിനായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ബോട്ട് അടുത്ത ഏതോ തുരുത്തിലോട്ട് അടുപ്പിക്കാനുള്ള, അതായത് അടുത്ത ബോട്ട് കെട്ടിയിലോട്ട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് തോന്നുന്നു. സ്പീഡൊക്കെ കുറയുന്നുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പണി തരുമോ എന്നുള്ളൊരു പേടി. ഇപ്പോൾ കുടയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടെ പോയി സാമ്പ്രാണിക്കുടി പോയതായാലും. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ അടുത്തൊരു തുരുത്തിലൂടെ, ആ നേരെ കാണുന്നതാണെന്ന് തോന്നുന്നു തുരുത്ത്. അപ്പം ബോട്ടിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കുറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളെ ഒരു 20 മിനിറ്റ് റൈഡിന് ശേഷം നേരെ ബോട്ട് എന്താ പറയുക ബോട്ട് ചെട്ടിയിൽ അടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏത് തുരുത്താന്ന് അറിയാൻ വയ്യ. അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടുക. ഒരു അമ്മച്ചിയായിരുന്നു അവിടെ നിന്നിരുന്നത്. അപ്പം അതിൻ്റെ ബോട്ട് അടുപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ അവർ കാണിക്കുന്ന എന്താ പറയുന്ന അദ്ദേഹം ഇറങ്ങി ആ ബോട്ട് അത് ടൈറ്റ് ചെയ്ത് അടുപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് അമ്മച്ചി കയറാനായിട്ടുള്ള ഒരു അത് ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് ഇറങ്ങാനും ആളുണ്ടായിരുന്നു, ഒരമ്മച്ചി കയറുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ വളരെ കുറവാണ് ഈ ബോട്ടിൽ ഇതിനകത്തൊക്കെ കയറുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ പൊതുവായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണത് ഏത് ബോട്ട് ചെട്ടിയാണെന്നുള്ളത്. ഇവിടെ പേരോ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. കൊല്ലത്തേനുള്ളതാണ്, ഏതാണെന്ന് എനിക്കറിയില്ല. അല്ല, താഴെ ബാക്കിൽ കൊക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ജസ്റ്റ് എന്താ പറയുന്നത്, ഒരു 2-3 മിനിറ്റ് പോലും ബോട്ട് അവിടെ നിർത്തിയില്ല. അതിന് മുമ്പ് വേറെ ആരും ഇല്ലായിരുന്നു അവിടെ. പിന്നെ അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ബോട്ട് എടുത്തു. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റോപ്പ്, ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അവരെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് വണ്ടിയോ കാര്യങ്ങളൊന്നും വരില്ല. നേരെ വന്ന് നിൽക്കുന്ന ബോട്ടാണ്. എന്തെങ്കിലും ഒക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഇവരെ എങ്ങനെ പോകുന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു അങ്കലാപ്പാണ് കാണുന്നുള്ളതല്ല. കുറേ കൂടെ എന്തെങ്കിലും റോഡ് എന്തെങ്കിലും കാണുമായിരിക്കും ഇൻ കേസ് അങ്ങനെയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ബോട്ടെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. അതായത് ഒന്നും പറയാനില്ല. നമ്മളെ കടൽ കാക്കയാണോ പിന്നെ നമ്മളെ കൊക്കുകളാണോ കാക്കയാണോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ കയറി മിക്സ് ആവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ ബോട്ട് പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതിനകത്ത് മീൻ ചാടും. നമ്മളീ ബോട്ടിൻ്റെ എന്താ പറയുന്നത് എഞ്ചിൻ്റെ ആ ഒരു ത്രോട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇവങ്ങൾ വന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇവർക്ക് ഈ കൊക്കുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ വെള്ളത്തിൻ്റെ മേളിൽ നിൽക്കാനുള്ള നീന്താനുള്ള സൗകര്യമില്ല. അപ്പോൾ ഈ ബോട്ടിൻ്റെ പുറകെ ഇങ്ങനെ വരിക, എന്നിട്ട് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ മേളിലോട്ട് കയറി നിൽക്കും. പിന്നെയും കുറച്ച് നേരം കഴിയുന്നുണ്ടെങ്കിൽ ഈ ബോട്ട് വരുന്ന ഈ ഒരു സ്പീഡിൽ മീൻ ചാടും, അതിനെ പിടിക്കും, നേരെ പറന്ന് വന്ന് ബോട്ടിൻ്റെ മേളിൽ വയ്ക്കും. കണ്ടോ, ഇത് കണക്കി ഇരിക്കുക. ബോട്ട് പോകുന്ന വഴികളിലെല്ലാം ഇപ്പം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിന് ശേഷമാണ് നമുക്കിത് കാണാൻ തുടങ്ങുന്നത്. കൊല്ലത്തും തുടങ്ങിയപ്പോഴൊന്നും ഇതില്ലായിരുന്നു. ആ ഒരു സ്റ്റോപ്പിന് ശേഷമാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയൊക്കെ പിള്ളേർ കുളിക്കുന്നതൊക്കെ ഏരിയ ആയിരിക്കും, ആരെയും കാണുന്നില്ല. തനിക്കൊക്കെ നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ കുറേ ഫിഷിംഗ് ബോട്ട്സ് 2-3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു ഫിഷിംഗ് ബോട്ട്സ് ഒതുക്കി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും നല്ല ഫോട്ടോഗ്രാഫിക്കായിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കിടിലമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പം നേരം കൊണ്ട് മഴയും സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതും അടിപൊളി. അതൊക്കെ ബോട്ടിൻ്റെ ബാക്കത്തെ ഡോറ് തുറന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പം നേരത്തെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. കണ്ട, ഈ ഒരു ബോട്ടിൻ്റെ ആ ഒരു പങ്ക ഇറങ്ങുമ്പോൾ ഉള്ള ഒരു സംഭവമാണിത്. ഇതിനകത്ത് കിടന്നങ്ങ് കുളിയാണ് ഈ വെത്തങ്ങളെല്ലാം കൂടെ. കാണാൻ നല്ല രസമാണ്, നേരിട്ട് കാണാൻ നല്ല അടിപൊളി ഒരു വ്യൂ ആണിത്. നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മൾ റിയലായിട്ട് കാണുമ്പോഴേ നമുക്ക് എത്ര ക്യാമറ കൂടെ കാണിച്ചാലും അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടത്തില്ല. നേരിട്ട് കാണണം. നമ്മളെ ഈ കടൽക്കാക്കി കറുത്ത കണക്കിരിക്കുന്ന കടൽക്കാക്കയാന്ന് തോന്നുന്നു, എൻ്റെ പേര് കടൽക്കാക്കയാന്ന് തോന്നുന്നു. അത് വന്ന് ലാൻഡ് ചെയ്യുന്നതെന്ന് കാണണം. ഇവത്തങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ അത് വന്ന് നല്ല രീതിയിൽ തന്നെ സ്ലൈഡ് ചെയ്തങ്ങ് പോകും. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതൊന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ 2 കാലും ഇങ്ങനെ തെന്നിയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ കുറേ നേരം നോക്കിയില്ല. പിന്നെ അതിന് ശേഷം അവിടുത്തെ ബോട്ടിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം, ചിലപ്പോൾ വീണ് പോകും ബാക്കിലോട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോയത്. അതിനുശേഷം അവിടെ മൊത്തം തിരക്കായിരുന്നു. അടുത്ത നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ വിള ഫാമിലിയുടെ ഒരു ഗസ്റ്റ് ഹൗസാണ്. നമുക്കിവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ട്. സ്റ്റാച്ചു എന്ന് പറയുന്നത് നമ്മുടെ സോളമൻ കടവൂർ എന്ന് പറയുന്ന ഒരു ശില്പിയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന സ്റ്റാച്ചു ആണ് നമുക്ക് ഈ ഒരു വിളക്കുമാത എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഭാഗവും കായൽ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അഷ്ടമുടി കായലാണ് ഇതിൻ്റെ 3 വശം എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി എടുത്ത ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന
ലേഡീസ് ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു സൈഡ് ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല, അവർക്കൊരു പ്രൈവസി ആയിട്ട് ഇരിക്കുന്നത് പിന്നെ രജിസ്റ്റർ ചെയ്ത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മളെ ബാക്കിലൊരു ഡോർ തുറന്ന് നടക്കുന്നുണ്ട്, ഇതുവഴിയാണ് നേരത്തെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തത്. ഇതിൻ്റെ കണ്ടക്ടർ വന്ന് എല്ലാവരെയും ഓട്ടിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ടെ പെർമിഷൻ ചോദിച്ചാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രൈവർ. അദ്ദേഹം ഇതിന് സ്ലാങ് എന്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മളെ മമ്മൂട്ടിയുടെ പടത്തിൽ സലീംകുമാറിനെ വിളിക്കുന്നുണ്ട് സ്ലാങ് എന്ന്, എനിക്ക് തോന്നുന്നു അവൻ്റെ അങ്ങനെയാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹമാണ് ബാക്കി സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ടുപേരാണ് ഇരിക്കുന്നത്, നമ്മൾ ഈ ബോട്ട് അടുപ്പിക്കാനും എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് ഒരുപാട് നേരം കൊണ്ടേ നമുക്ക് ഈ ഒരു ഫിഷർമാൻ്റെ ബോട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെ വർക്ക്ഷോപ്പ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇവരുടെ, അതായത് ഒരു ബോട്ട് അവിടെ കയറ്റിയിട്ട് പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പണിക്ക് വേണ്ടി കാറ് അടുക്കിയിട്ടേക്കുന്നത് ഇവിടെ നമ്മുടെ ഫിഷർമാൻ ബോട്ടുകളാണ് ഇവിടെ അടുക്കിയിട്ടേക്കുന്നത്. ഇതൊക്കെ ഇത് ആരുടെ സ്ഥലമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നതെന്ന് അറിയാമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റേ ചീനവലയാണ്. മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാറ്റാടിയിലും എന്താ പറയുന്നത് നമുക്ക് മുളയിലും ഒക്കെ ആയിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഇത് മാറിയിട്ട് നമുക്ക് എന്താ പറയുന്നത് നമ്മളെ GI പൈപ്പിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ പിന്നെയും ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റോപ്പ് എത്തി. അപ്പം ആ സ്റ്റോപ്പിൽ പുള്ളിക്കാരൻ ചെയ്യുന്നത് വളരെ കൗതുകത്തോടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ മണി അടിക്കുമ്പോഴും പുള്ളി ആ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി ബോട്ടിൻ്റെ ദിശ മാറ്റുകയും അതുപോലെ തന്നെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളവും കാര്യങ്ങളൊക്കെയാണ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡ് ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന കണക്കല്ല, ഫ്രണ്ട് അവിടെ തന്നെ നിൽക്കും, ബാക്ക് ഇങ്ങനെ കറങ്ങും കിടന്ന്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളും ഇതിനു മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്തവർക്ക് കുഴപ്പമില്ല, ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് ഒരാളെ ഉള്ളായിരുന്നുള്ളൂ, അദ്ദേഹം ചാടിയങ്ങ് ഇറങ്ങി. അതുകൊണ്ട് പിന്നെ അതെടുക്കേണ്ടുള്ള ഒരു ആവശ്യം വന്നില്ല, അത് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ആ പുള്ളിക്കാരൻ. പിന്നെ അവിടെ 1-2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെയും നമുക്ക് എന്താ പറയുന്ന ബോട്ട് ഫിഷർമെൻ ബോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് പോകുന്നത് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലായിട്ടാണ്. വേറെ സ്റ്റോപ്പോ കാര്യം അടുത്ത സ്റ്റോപ്പ് നമുക്ക് അവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, അവിടെ ആയിരിക്കും അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നമ്മളെ ബ്രിഡ്ജിൻ്റെ, അതായത് നമ്മളിവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ കല്ലുംതാഴെയായിട്ട് വഴി കയറി പോകുന്ന ബ്രിഡ്ജാണ് മെയിൻ ഹൈവേയുടെ, ആ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇത് നമ്മളെ ബോട്ടിന് അവിടെ ഒരു ബോട്ട് കിടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കി, ഈ ബോട്ടിൻ്റെ മുകളിൽ സ്കഫോൾഡിങ് കെട്ടി അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള ആൾക്കാർ പണിയുന്നത്. ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള മെയിൻ്റെനൻസ് വർക്കോ എന്താണെന്ന് അറിയത്തില്ല, ഇവർ പണിയുന്നത് അതിനകത്താണ്. അപ്പോൾ അവർ നോക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത്, ഇനി ഇവർക്ക് ഇവർ റെസ്റ്റ് ചെയ്യാമെന്ന് എന്തോന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല, അത് ഇവർ നോക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പം ആ ഒരു ബോട്ടിൻ്റെ മുകളിൽ സ്കഫോൾഡിങ് കെട്ടിയിട്ട് അതിനടിയിൽ നിന്നാണ് ഇവർ ഇതിനകത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പണി നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്ന് പോകുന്നുണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ വന്നേക്കുന്നത് ഇനി അങ്ങോട്ട് ചീനവരകളാണ് മൊത്തം 2-3 ഒരു 4-5 എണ്ണം ഈ ഒരു സർക്കിൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നല്ല രീതിയിൽ വലിയ LED ബൾബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞാൽ സാമ്പ്രാണിക്കൊടി. ഇതാണ് ഇപ്പം വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടിയിൽ ഇവിടെ ബോട്ട് പോകത്തില്ല, നമ്മൾ പോകുന്ന ബോട്ട് ഇവിടെ പോകത്തില്ല. ഇതിൻ്റെ നമ്മളെ ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ ബോട്ട് പോകത്തുള്ളൂ. ഇതാണ് അതിൻ്റെ പാത്രം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വലിയ ബോട്ട് പോകത്തില്ല, അത് നമുക്ക് ഹൈറ്റ് കുറവെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അവരങ്ങോട്ട് പോകത്തില്ല. നമ്മൾ ആ ബോട്ട് ജെട്ടി കൊണ്ടിറക്കും, അവിടുന്ന് ചെറിയ ബോട്ടുകളുണ്ട്, ആ ബോട്ടിലായിരിക്കും നമ്മൾ ഈ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകേണ്ടുള്ളത്. നമുക്ക് ഇത്രയും ദൂരത്തു നിന്ന് മാത്രമേ ഈ സാമ്പ്രാണിക്കൊടി ഇവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ചെറു ബോട്ടുകളിൽ നമുക്ക് സ്പീഡ് ബോട്ടുകളിൽ നല്ല കുഞ്ഞു ബോട്ടുകളിലൊക്കെ ആയിട്ട് സാമ്പ്രാണിക്കൊടി ആ ബോട്ട് ജെട്ടി ചെയ്യുന്ന ഒരുപാട് ബോട്ടുകൾ നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. സാമ്പ്രാണിക്കൊടിയിലോട്ട് നമ്മൾ സന്ദർശകർ ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2:45-3 മണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് അവർ പോകുന്നത്. കാര്യം ജാക്കറ്റും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലായാലും ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഒന്നും അവർ പോകുന്നില്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കുഞ്ഞു വള്ളങ്ങളിലും എല്ലാം വരുന്ന ആൾക്കാർക്കെല്ലാം ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ്.
നമുക്ക് ആ കാണുന്ന ഒരു വലിയൊരു ബോട്ട് കിടക്കുന്നുണ്ടോ, അതാണ് നമ്മളെ സി അഷ്ടമുടി എന്ന് പറയുന്ന ഒരു എന്താ പ്ലാനിൽ വരുന്ന ആ ഒരു ബോട്ട്. ഇതിനകത്താണ് നമ്മൾ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 400 രൂപയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കറങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ബോട്ട് സർവീസാണ് സി അഷ്ടമുടി എന്നുള്ളത്. അപ്പം ഇദ്ദേഹം പിന്നെയും നമുക്ക് ഫോർവേഡ് റിവേഴ്സും ആയിട്ടുള്ള പരിപാടികൾ തുടങ്ങി. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കമാൻഡ് അനുസരിച്ച് ആ പുള്ളിക്കാരൻ ഫോർവേഡ് റിവേഴ്സും. അപ്പോൾ ഈ ഒരു ബോട്ട് നമുക്കവിടെ കിടക്കുന്നതാണ് ഈ സാമ്പ്രാണിക്കൊടിയുടെ ഈ സി അഷ്ടമുടിയിൽ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ബോട്ട് കെട്ടിൽ ഈ ഒരു ബോട്ട് കിടക്കുന്ന കാരണം നമുക്ക് ഇത് ഒതുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇവർ ഹോൺ അടിക്കുകയും അതുപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം സിഗ്നൽ കൊടുത്തു, നമ്മളെ ബോട്ട് നേരെ അങ്ങോട്ട് തന്നെ പോവുകയാണ്, നേരെ അടുപ്പിക്കാനായിട്ട് പോവുകയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ബോട്ട് കെട്ടി നേരത്തെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നിർത്താമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ബോട്ട് അതിനകത്തോട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബെല്ലടിക്കുന്നുണ്ടോ ആ ചേട്ടൻ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ബെല്ലടിക്കുന്നതനുസരിച്ച് ഇദ്ദേഹം അതിൻ്റെ ത്രോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ സി അഷ്ടമുടിയുടെ ബോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി തന്നു. ആ ബോട്ടിൻ്റെ അടുത്ത് സൈഡിൽ തന്നെ ഞങ്ങളെ ബോട്ടും കൊണ്ടുവന്ന് അടുപ്പിച്ചു. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് നമ്മളെ ബോട്ടിൽ നിന്ന് നേരെ സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടിലോട്ട്, അവിടെ നിന്ന് നേരെ ബോട്ട് കെട്ടിലോട്ട്. ഇങ്ങനെയായിരുന്നു ഇറങ്ങാനുള്ള പ്ലാൻ. കാര്യം അവർക്ക് മാറ്റാനുള്ള വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇങ്ങനെയാണ് കൊണ്ടടിക്കുന്നത്. അപ്പം ഈ ഇറങ്ങുന്ന വഴിക്ക് തന്നെ കണ്ടക്ടർ പറയുന്നതായിരുന്നു ഈ ബോട്ടിൽ തന്നെ തിരിച്ച് പോകാനുള്ളവർ 10 മിനിറ്റിനുള്ളിൽ തിരിച്ച് കയറി വരണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് ബസ്സിന് പോകേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കറങ്ങാനായിട്ട് നിന്നില്ല. ആ സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടിയിൽ ചെന്നു, വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒരു ചായ കുടിച്ചു, ചായയായിട്ട് തിരിച്ച് കയറി വന്നു. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പണി കിട്ടും, ഒരുപാട് സമയം എടുക്കും നമുക്ക് തിരിച്ച് കൊല്ലത്ത് വരാനായിട്ട്, കൊല്ലം ചിന്നക്കട മറ്റേക്ക് നമ്മളെ വണ്ടി വെച്ച സ്ഥലത്ത് വരാനായിട്ട്. അതുകൊണ്ട് നേരെ പോയി. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ഈ MVD വരുന്ന കണക്ക് തന്നെ ഇവരുടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് വരുന്നത്. പിന്നെ ഓരോ ബോട്ടിനും നമ്പേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ലൈഫ് ജാക്കറ്റ് ഇടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇവരെ ഈ കോസ്റ്റ് ഗാർഡ് കണക്കത്തുള്ളൊരു സംഭവം, എനിക്കറിയത്തില്ല പേര് കറക്റ്റായിട്ട്, അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവരവിടെ ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു. അവരെ ബോട്ടും നമ്മളെ ഈ MVDയുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ അയച്ച ബോട്ടും കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്തില്ല. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയാലും ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ ഇതാണ് നമ്മളെ സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈമിങ് കാര്യങ്ങൾ, ഇവിടെ കാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ബോട്ട് റൈഡ് ചെയ്ത് സാമ്പ്രാണിക്കൊടി പോയിട്ട് വരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. എൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ള ഏത് നമ്പറോ കാര്യങ്ങളോ എൻ്റെ റേറ്റോ അറിയാമോ നിങ്ങൾക്കൊന്ന് സ്ക്രീൻ പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 150 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക് വേണ്ടി ഉള്ള ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് റേറ്റ് ആവശ്യമില്ല. അങ്ങനെ ഇവിടുന്ന് പുറത്തോട്ട് പോയി നോക്കി. അപ്പം അവിടെയും കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫിഷ്, അതായത് കൊഞ്ച് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ലെഫ്റ്റ് സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാറ് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കാറ് ഇവിടെ കുരിശടിയുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളൊരു എന്താ പറയുക, കൊല്ലം ബോട്ട് കെട്ടിയിൽ നിന്ന് സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു ട്രിപ്പാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് നമുക്ക്, പിന്നെ വലിയ ലക്ഷറി ഒന്നും ഇല്ലാതെ ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് നമുക്ക് വന്ന് ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു എന്താ പറയുന്ന സംഭവമാണിത്. അപ്പം ഞങ്ങൾ അവിടെ തിരിച്ചു, ഇപ്പോൾ ഓൾറെഡി ബോട്ടിൽ തിരിച്ചു. ഇപ്പം നമ്മളെ തേവള്ളി പാലമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹൗസ് ബോട്ട് പാസ് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് പിന്നെ അത് എടുക്കാമെന്ന് എഴുതിയത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഫാമിലി ആയിട്ടുള്ളവർക്ക് ചെറിയ ഫാമിലി ആയിട്ടുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വരാൻ പറ്റിയ ചെറിയൊരു ട്രിപ്പ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പണി തീരാത്ത പാലമാണ്. KSRTC ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിൽ നിന്ന്
തേവള്ളിയിലോട്ട് പോകുന്ന പാലത്തിൻ്റെ വൺ സൈഡ്, ഈ സൈഡ് നമ്മൾ അധികം ആരും കണ്ടു കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തേവള്ളി പാലത്തിനടുത്ത് ബുദ്ധിമുട്ടായിരിക്കും ഇത് കാണാനായിട്ട്. ഇത്രയും നിയർ ബൈ കാണണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ വന്നെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ. അതും കൂടെ ഒന്ന് എടുത്ത് വെച്ചേക്കാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ നേരിട്ട് ഈ ഒരു വീഡിയോ. അവരായിട്ടൊക്കെ പോകാനോടൊക്കെ പറ്റിയ ഒരു എന്താ പറയുന്ന റൈഡാണ്. 20 രൂപയ്ക്ക് നമുക്ക് വൺ സൈഡ് പോയിട്ട് പോകാനുള്ള കേസാണ്. അപ്പം 40 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് റൗണ്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുന്നത് 2.5-3 മണിക്കൂർ അടുപ്പിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. കൊല്ലത്തുള്ളവരാണെങ്കിൽ ഞായറാഴ്ചയൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. വലിയ ലക്ഷറി ഒന്നും ഇല്ലാതെ ഒരു ബോട്ട് റൈഡ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ട് വരികയും ചെയ്യാം. സാമ്പ്രാണിക്കൊടി പോകേണ്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാമ്പ്രാണിക്കൊടി പോയി നിന്ന് ഒന്ന് കറങ്ങിയിട്ട് വരികയും ചെയ്യാം. അപ്പോൾ 11 മണിക്കുണ്ട് നമുക്ക് ബോട്ട്, പിന്നെ 2:30ക്കും ഉണ്ട്. 11 മണിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഈ 3 മണിക്കുള്ള ബോട്ടിന് തിരിച്ച് കയറി വരാവുന്നതാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ തരുന്നത്. തിരിച്ച് നമ്മളെ ബോട്ട് കൊല്ലം ബോട്ടിലോട്ട് അടുക്കുകയാണ്. നമ്മൾ ബോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പം വേറെ വീട്ടിലോട്ട് പോകണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.